പറയാം, ഇത് പറയാം. സ്റ്റാർട്ടപ്പ് അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം. നമ്മൾ എന്താ പറയുന്നത്, ഇക്കോസിസ്റ്റം അല്ലെ, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വളർച്ച, വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ കണക്ക്. ഇക്കോസിസ്റ്റത്തിൽ ഇപ്പോ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായ ഒരു താരതമ്യമാണ് ഇത്. രണ്ടാം എൽ.ഡി.എഫ് സർക്കാരിന്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിന്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% എന്താ കാര്യം? 2019-21 താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. 2019-21 വല്ല കുറയുന്നത് ഇതെന്താ വെച്ചാൽ അദ്ദേഹം ഈ വേണ്ടത്ര ഈ ചെറിയ പോയിന്റ് കണ്ടിട്ടില്ല, വലിയ പോയിന്റേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ ശതമാനം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് താരതമ്യത്തിന് വേണ്ടിയാണ്. ഈ ഇത് കേരളത്തിന്റെ പല കാലങ്ങളെ കുറിച്ചുള്ള താരതമ്യമല്ല. ഇത് നിങ്ങൾ നോക്കിയാൽ, ഞാനത് എനിക്ക് എടുത്തിടാൻ പറ്റിയില്ല, ഒരു ചെറിയ കാണുന്നില്ലേ, കന്നഡയുടെ കുറച്ച് പോയിന്റ് കൂട്ടിയാലേ വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടില്ല അടിക്കുറിപ്പ്, ഞാനത് വലുതാക്കി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗ്ലോബൽ ആവറേജ് 46%, കേരള ആവറേജ് 254%. അദ്ദേഹം പറഞ്ഞ എന്താ ബേസ് ഇയർ ഏതാ? കോവിഡിൽ എന്തെങ്കിലും തുടങ്ങിയോ? പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോവിഡ് ലോകത്തെ ബാധിച്ച ഒരു മഹാമാരിയാണ്, ഒരു കേരള മഹാമാരി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാവുമായിരുന്നു, കേരളത്തിൽ മാത്രം കോവിഡ് ഉണ്ടായി, അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല, അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ് ഇയർ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും, ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല, അതുകൊണ്ട് ലോകത്തെ ബേസ് ഇയർ ഇത് തന്നെ എടുക്കുമ്പോൾ 46% വരും. ഇത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന വാദമാണോ? 254% അടി കൊടുക്കാനേ ഗ്ലോബൽ ആവറേജ് 46%. കേരളീയൻ എന്ത് ചെയ്യണം? നോക്കൂ, ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കയറ്റത്തിൽ ലോകത്ത് പല പ്രതിസന്ധി ഉണ്ടായി, അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല. ലോകത്ത് 46% ആണ് അതിന്റെ വളർച്ചാ നിരക്ക്. എന്നാൽ എന്റെ കേരളം 254% വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട്. ഇത്രയും കേരളത്തെ ശത്രുതയാക്കാൻ പാടുണ്ടോ? ഞാനിതൊന്നും ഇപ്പൊ പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല. ഇത് നമ്മുടെ നേട്ടമല്ലേ? ഇന്ന് 46 ആവറേജ് എപ്പോഴും ബേസ് ഇയർ ഒരേപോലെ എടുക്കുള്ളൂ. കേരളത്തിൽ 19-20 ആണെങ്കിൽ ലോകത്തിന്റെ 19-20 ആയിരിക്കും. ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ലോകം 19-20 എടുക്കുമ്പോൾ 46% വളർന്നു, കേരളം 19-20 എടുത്തപ്പോ 246% വളർന്നു. മലയാളി അഭിമാനിക്കണ്ടേ? അതിനകത്ത് ഇത് LDFന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്, മിക്കവാറും രാഷ്ട്രീയമൊന്നുമില്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത്. ഇത് നാടിനാകെ വന്ന നേട്ടമാണ്. ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? ഇപ്പൊ നോക്കൂ, സ്റ്റേറ്റ് റാങ്കിങ്ങിൽ വന്നോ? ഒന്ന് വലുതായി ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ക്യാമറകളൊന്ന് സൂം ചെയ്ത് അങ്ങോട്ട് എടുത്ത് നോക്കി. 254%-അടിയിൽ ഗ്ലോബൽ ആവറേജ് 46%. അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല, ഈ ചെറിയ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറഞ്ഞു. ഗ്ലോബൽ ആവറേജ് 46%, കേരള ആവറേജ് 254%. ശതമാനം സാധാരണ വിശകലനത്തിനെടുക്കുന്നത് ഒരേ സ്വഭാവത്തിലായിരിക്കും. ഒരു രാജ്യമാകാം, ഒരു പ്രദേശമാകാം, കാലമാകാം, എല്ലാം ഒരേപോലെ ആയിരിക്കും, എങ്കിലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 46%, അപ്പൊ കുറെ കൂടി വലുതായി. 46%, 254%. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഓരോ മലയാളിക്ക് അഭിമാനിക്കേണ്ടതാണ്. ഇന്ത്യൻ റാങ്കിങ് നോക്കിക്കോ. ഇന്ത്യൻ റാങ്കിങ്ങിൽ ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നേരത്തെ 21 നമ്മൾ എവിടെ കിടന്ന് നോക്കണം, താഴെയായിരുന്നു. ഗുജറാത്ത്, കർണാടക, മേഘാലയ ആയിരുന്നു ബെസ്റ്റ് പെർഫോമൻസ്. 19 ആൻഡമാൻ മുതൽ 18 ഗുജറാത്താണ്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ കേരളം ഇത് 21, വീണ്ടും
ഈ വർഷത്തെ അടുത്തതിലായിരിക്കും ബെസ്റ്റ് പെർഫോമർ. ഈ വർഷം കേരളം ബെസ്റ്റ് പെർഫോമറായി. നേരത്തെ ടോപ്പ് അച്ചീവർ ആയിരുന്നു. ഇത്തവണ IT, ഗുജറാത്ത്, കർണാടക, കേരള, തമിഴ്നാട്. നമ്മൾ ആദ്യമായിട്ടാണ് ബെസ്റ്റ് പെർഫോമർ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നേട്ടമായിട്ട് മാത്രം കാണണ്ട. ഇത് കേരളത്തിനായുള്ള നേട്ടമാണ് ബെസ്റ്റ് പെർഫോമർ എന്ന നിലയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കാണാതെ ഒരു കേരള വിരുദ്ധ പ്രചാരവേലയ്ക്ക് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നത് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ്, നാടിനോടുള്ള ദ്രോഹമാണ്. കുറെ സമയം എടുത്തുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിൽ IT അദ്ദേഹം പറയുന്നുണ്ട്. ടെക്നോ പാർക്കിൽ മാത്രമാണ് പറയുന്നത്. ടെക്നോ പാർക്ക് ഇപ്പൊ സ്ഥലമില്ലാത്തതുകൊണ്ട് കിൻഫ്രയിലാണ് ഞങ്ങൾ ഇപ്പൊ ടാറ്റ എലക്സിക്ക് ഇപ്പോ 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് കൊടുത്തു. അടുത്ത 1.5 ലക്ഷം ഇപ്പൊ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ പാർക്കും ഞങ്ങൾ ഉണ്ടാക്കിയത് 90-ൽ നായനാരാണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത്. ഇൻഫോ പാർക്ക് അവരുണ്ടാക്കി, അത് വിൽക്കാനും നോക്കി വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളെല്ലാം മനുഷ്യച്ചങ്ങല പിടിച്ച അവിടെ. പിന്നെ എല്ലാ ഇൻഫോ പാർക്കുകളും ഇപ്പോൾ ഇടനാഴിയെല്ലാം ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ്. ഗവൺമെന്റ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അപ്പോ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിന്റെ രാജ്യത്തെ GDP-യുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3.8%. 2022-ലും 2023-ലും ഒക്കെയാണ്. അതിപ്പോ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു, മിനിമം 1 ലക്ഷം രൂപ. ഇപ്പോ കമ്മതി കണക്ക് വേണ്ട, 30,000 കമ്മതി വേണ്ട, കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ ബ്യൂറോ ഓഫ് എന്റർപ്രൈസസ്. അതിൽ ഞാൻ പറയാം. ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. 22,122.92 കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ഒരാളത്തേക്ക് പുറകെ വരാം. അപ്പൊ അതില് ഒന്ന്, അദ്ദേഹം തിരക്കിൽ ചിലപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. നിക്ഷേപം നേരെ GDP-യിലേക്ക് വരില്ല. വാട്ട് ഇസ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു 10 കോടി നിക്ഷേപം വന്നാൽ നേരെ 10 കോടി GDP പ്രതിഫലിക്കുമോ? അതെവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം? അതിന്റെ പല ഘടകങ്ങളും പറ്റിയിട്ട് ഒരു ഭാഗം GDP-യിലേക്ക് വരും. ചിലപ്പോൾ GDP-യിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും. അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത്. ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും? കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും, ആന്ധ്രയും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ 9.2% സ്ഥലമുണ്ട്. അവര് 9.7% GDP സംഭാവന ചെയ്യുന്നു. കർണാടക 4.9% സ്ഥലമുണ്ട്. അവര് 8.2% GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് 3.9% സ്ഥലമുണ്ട്. അവർ 8.9% GDP സംഭാവന ചെയ്യുന്നു. കേരളം 1.18% സ്ഥലമുണ്ട്. നമ്മൾ 3.8%. കേരളത്തെ സ്നേഹിക്കുന്ന ആളുടെ കമ്പാരിസൺ എങ്ങനെയാണ്? അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ 1.04 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കർണാടക അവരുടെ സ്ഥലത്തിന്റെ 1.65 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് അവരുടെ സ്ഥലത്തിന്റെ 2.28 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കേരളം അവരുടെ സ്ഥലത്തിന്റെ 3.22 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും. സാർ, ഇതിന് പോപ്പുലേഷൻ വെച്ച് കൊടുക്കാം. പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഇത് തന്നെ തെറ്റാണ്. നേരെ GDP-യിൽ വരില്ല എന്ന് ചോദിച്ചാൽ അതിപ്പോ എനിക്കോട് തിരക്ക് മൂലമൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്ന കാര്യമാണ്. നേരെ നിക്ഷേപം GDP-യിലേക്ക് വരില്ല. ഇത് അദ്ദേഹം പറയുന്നത് കേട്ടു. ഈ വ്യവസായ മന്ത്രി മെട്രോക്കെതിരെ സമരം ചെയ്തതല്ലേ? അന്നത്തെ പത്രക്കാരാരോ ഉള്ളവിടെ? ഞാൻ പുതിയ തലമുറയാണ് അല്ലേ? ഉണ്ടോ? നിങ്ങൾ വെറുതെ PRS പോയിട്ട് പാർലമെന്റ് നോക്കിയാൽ മതി. അദ്ദേഹം പുതിയ തലമുറയെന്ന് വിചാരിച്ചിട്ടാ. ഈ ശ്രീധരൻ എന്താ അദ്ദേഹം പറഞ്ഞ എന്നെ കുറിച്ച്? രാജീവാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യ സംഘടന സംഘടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിനെ അത്രയ്ക്ക് അപ്പോഴ് ചെയ്യുന്നില്ല. ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്.
ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അത് നടന്നെങ്കിൽ അന്ന് നിയമാസം കിട്ടിയില്ലായിരുന്നു. PSC ഒഴിവാക്കുന്നതിന് വേണ്ടി DMRS ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ നീക്കം നടത്തി. അതിനെതിരെ വമ്പിച്ച ജനകീയ സമ്മർദ്ദം കേരളത്തിലും കൊച്ചിയിലും ഉയർന്നുവരികയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും DMRS ഉൾപ്പെടുത്താൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിർബന്ധിതമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ സമയബന്ധിതമായി അഴിമതിരഹിതമായി പൂർത്തീകരിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞ കാണിക്കണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്താ എന്നാലും കേൾക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് പറയാം, വാട്സപ്പ് ഗ്രൂപ്പിലാണല്ലോ പറഞ്ഞോട്ടെ, പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല. അപ്പോ വ്യവസായ മന്ത്രിയാണല്ലോ മെട്രോയ്ക്കെതിരെ സമരം ചെയ്ത്, മെട്രോയ്ക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞപ്പോ, മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ജസ്റ്റിസ് VR കൃഷ്ണസ്വാമി അധ്യക്ഷനും ഞാനുമായി കൺവീനറുമായി ജനറൽ കൺവീനർ, ഞാനന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറി അല്ല, പാർലമെന്റ് മെമ്പറാണ്. ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ്. മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യയുടെ അവസാനത്തെ യാത്രയാണ്. നിങ്ങൾ ഡൽഹിയിലുണ്ടാവും ഇല്ല? ഇദ്ദേഹം ഡൽഹിയിലുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലെ? അല്ലാണ്ട് മെട്രോയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണസ്വാമി അവസാനം അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഈ മനുഷ്യൻ ഈ ഓന്തിന്റെ ഓർമ്മയെന്ന് കരുതിയിട്ട് ഇതൊക്കെ പറയുന്നു, പെട്ടെന്ന് മറന്നു പോകുന്നില്ല. ഇതെല്ലാം പഴയ പോലെ അല്ല, എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അന്ന് ഞങ്ങൾ സമരം നടത്തി, സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടന്നു. ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു, അന്നത്തെ കൊച്ചി ഉണ്ടായിരുന്ന പത്രക്കാർക്ക് അറിയാം. ലേബർ ഡിന്റെ വലിയ മീറ്റിംഗ് നടന്നു. ഏറ്റവും ഒടുവിലാണ് DMRCക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. നാട് ആഗ്രഹിച്ചായിരുന്നു. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി, ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. മെട്രോയ്ക്ക് എതിരല്ല, മെട്രോയ്ക്ക് വേണ്ടി. ഇതൊക്കെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇത്രയും കഠിന ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ 24/7 പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതെല്ലാം പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ മറ്റു എന്നെ സംബന്ധിച്ചാകാൻ അറിയില്ല, കാരണം ഗെയില് ഞാൻ വിസ്തീരിച്ച് പോയതാണ്. അതുകൊണ്ടായിരിക്കും പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം സഭയിൽ പറയുമ്പോൾ എഴുന്നേറ്റ് അപ്പം ഞങ്ങൾ കാര്യങ്ങൾ വിസ്തീരിച്ച് വ്യക്തത വരുത്തുമായിരുന്നല്ലോ.